നമസ്കാരം, ഞാൻ സെൽമ പാലത്തിങ്കൽ. ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കാൻ പോകുന്നത് ഡാർക്ക് ചോക്ലേറ്റ് പിക്കാൺ പായ്. ഇതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കാണാം. ഓൾ പർപ്പസ് ഫ്ലവർ 1.25 കപ്പ്, ഷുഗർ 1 ടീസ്പൂൺ, സോൾട്ട് 1/4 ടീസ്പൂൺ, ഐസ് വാട്ടർ 1/4 കപ്പ്, അൺസോൾട്ടഡ് ബട്ടർ 1/2 കപ്പ്, പിക്കാൺസ് 2 കപ്പ്, ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സ് 1.5 കപ്പ്, മെൽറ്റ് ചെയ്ത അൺസോൾട്ടഡ് ബട്ടർ 1/4 കപ്പ്, ബ്രൗൺ ഷുഗർ 3/4 കപ്പ്, ഗ്രാനുലേറ്റഡ് ഷുഗർ 1/4 കപ്പ്, പ്യൂർ വനില എസൻസ് 1 ടീസ്പൂൺ, മിൽക്ക് 1 ടേബിൾ സ്പൂൺ, മുട്ട 3 എണ്ണം. ആദ്യം നമുക്ക് പൈ ക്രസ്റ്റിന് വേണ്ട ഡൗ ഉണ്ടാക്കിയെടുക്കാം. ഇതിനു വേണ്ടി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1.25 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും 1/4 ടീസ്പൂൺ സോൾട്ടും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മിക്സ് ചെയ്ത ഓൾ പർപ്പസ് ഫ്ലവർ ഒരു ഫുഡ് പ്രോസസ്സറിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ജാറിലോട്ട് നമ്മൾ കട്ട് ചെയ്ത് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന അൺസോൾട്ടഡ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഐസ് വാട്ടർ ഒഴിച്ച് നമുക്ക് പൈക്ക് വേണ്ട ഡൗ തയ്യാറാക്കിയെടുക്കാം. ഈ ഡൗ വേറൊരു ബൗളിലോട്ട് മാറ്റി വയ്ക്കാം. ഈ ഡൗ ഒരു ഡിസ്കിന്റെ ഷേപ്പിലാക്കി നമുക്ക് കവർ ചെയ്തെടുക്കാം. ഇതിനെ നമുക്ക് അറ്റ്ലീസ്റ്റ് 30 മിനിറ്റെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് പൈ ഡൗ ഫ്രിഡ്ജിൽ തണുക്കാൻ വയ്ക്കുന്ന സമയത്ത് ഓവൻ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പിക്കാൺസ് ടോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബേക്കിംഗ് പാനിലോട്ട് ഇതുപോലെ നിരത്തിയിടാം. ഇനി ഈ ബേക്കിംഗ് പാൻ ഒരു ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് വെക്കാം. ഓവൻ ഇപ്പോൾ 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ചൂടായിട്ടുണ്ട്. ഇനി ഈ പിക്കാൺസ് ഓവനിൽ വെച്ച് 8 മിനിറ്റോളം ടോസ്റ്റ് ചെയ്തെടുക്കണം.
ഒരു ബൗളിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടകൾ പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ മുട്ട നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നത് വരെ ബീറ്റ് ചെയ്തെടുക്കണം. ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഷുഗർ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടർ, വനില എസൻസ്, 1 ടേബിൾ സ്പൂൺ മിൽക്ക്, എടുത്തു വെച്ചിരിക്കുന്ന 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവയെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്കിനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓൾ പർപ്പസ് ഫ്ലവറും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യാം. പൈ ക്രസ്റ്റ് റെഡിയായതിനു ശേഷമേ പിക്കാൺസും ചോക്ലേറ്റ് ചിപ്സും പൈയുടെ ഫില്ലിങ്ങിലോട്ട് ആഡ് ചെയ്യാവൂ. ഇപ്പോൾ പൈ ഉണ്ടാക്കാനുള്ള ഡൗ ഫ്രിഡ്ജിൽ വെച്ചിട്ട് 30 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്ക് ഡൗ ഫ്രിഡ്ജിൽ നിന്നെടുക്കാം. ഇനി ഈ ഡൗ പരത്തി പൈ ക്രസ്റ്റ് ഉണ്ടാക്കിയെടുക്കാം. ഇത് നമ്മൾ പരത്തിയെടുത്ത പൈ ക്രസ്റ്റാണ്. ഈ ക്രസ്റ്റ് റോളിംഗ് പിന്നിൽ ഇതുപോലെ റോൾ ചെയ്തെടുത്ത് നമുക്ക് പൈ പാനിലോട്ട് വെച്ച് കൊടുക്കാം. പൈ ക്രസ്റ്റിൻ്റെ എഡ്ജസ് ഇതുപോലെ ക്രിംപ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ പൈ ക്രസ്റ്റ് ഇപ്പോൾ ഫില്ലിംഗ് ഒഴിച്ചു കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഫില്ലിങ്ങിലോട്ട് ടോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്കാൺസും ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സും ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ ഫില്ലിംഗ് പൈ ക്രസ്റ്റിലോട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു ബേക്കിംഗ് ട്രേയിലോട്ട് വച്ച ശേഷം ഫോയിൽ പേപ്പർ കൊണ്ട് കവർ ചെയ്ത് 350 ഡിഗ്രി ഫാരൻഹൈറ്റിൽ പ്രീ ഹീറ്റ് ചെയ്ത ഓവനിലേക്ക് വയ്ക്കാം. ഈ പൈ 45 മിനിറ്റ് ഫോയിൽ കവർ ചെയ്ത് ബേക്ക് ചെയ്യണം. ഇപ്പോൾ 45 മിനിറ്റ് ആയി. ഇനി ഫോയിൽ പേപ്പർ മാറ്റിയതിന് ശേഷം തുറന്ന് വെച്ച് 25 മിനിറ്റ് കൂടി പൈ ബേക്ക് ചെയ്യണം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞ്. ഇനി നമുക്ക് പൈ ഓവനിൽ നിന്നും പുറത്തെടുക്കാം. നമ്മുടെ ഡാർക്ക് ചോക്ലേറ്റ് പിക്കാൻ പൈ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. ഞാനിന്നിവിടെ പൈയുടെ മുകളിലോട്ട് കുറച്ച് കൂൾ വിപ്പ് വെച്ചാണ് സെർവ് ചെയ്യുന്നത്. നിങ്ങൾക്ക് കൂൾ വിപ്പിന് പകരം ഐസ്ക്രീം ഇട്ടും സെർവ് ചെയ്യാം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.